ഈശോ പറയുന്ന കാര്യമുണ്ട്, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴന്മാർക്ക് ഉപവസിക്കാനാവും. അവിടെ സന്തോഷവും സ്നേഹവും ഒക്കെയാണ് നിറഞ്ഞു നിൽക്കണം, അവിടെ സെലിബ്രേഷനാണ് നിറഞ്ഞു നിൽക്കണം. നമ്മുടെ കുടുംബത്തെ ഒന്ന് എടുത്ത് നോക്കുക. ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്നൊന്ന് നോക്കി. സങ്കടപ്പെട്ടും പരാതി പറഞ്ഞും പരസ്പരം കലഹിച്ചും വേദനിച്ചും നിരാശപ്പെട്ടും ഒക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ അതിനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ, എൻ്റെ കർത്താവിന് ഞാൻ എൻ്റെ കുടുംബത്തിൽ സ്ഥാനം കൊടുത്തിട്ടില്ല. ചില വീടുകളൊക്കെ വെഞ്ചരിക്കാൻ പോകുമ്പോൾ അവിടെ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാതിട്ടിരിക്കുന്ന വിശുദ്ധ രൂപങ്ങൾ കണ്ടിട്ടുണ്ട്, മനോഹരമായിട്ടുള്ള രൂപങ്ങൾ. അതാ വെഞ്ചിരിപ്പിന്റെ സമയത്തൊക്കെ നമ്മളിങ്ങനെ എന്തൊരു ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിരുന്നതാണ്. ചില തിരുനടയൊക്കെ കാണുമ്പോൾ, തിരുഹൃദയത്തിന്റെ രൂപം സ്ഥാപിച്ചിരിക്കുന്ന ഇടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കവിടെ നിന്ന് ക്ലീൻ ചെയ്യാൻ തോന്നും. ആ ഒരു തിരുഹൃദയ രൂപത്തിന് പോലും സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആ കുടുംബത്തിൽ എങ്ങനെയാണ് അസ്വസ്ഥതകൾ വന്ന് കയറാതിരിക്കണേ? ശരിക്കും ഈ തിരുഹൃദയ രൂപങ്ങള്, തിരുസ്വരൂപങ്ങള് അതിന് മുൻപിലൊക്കെ ഭക്തിയോടുകൂടെ വന്ന് ഓരോ മുറിയിലും വെച്ചിട്ടുണ്ട്. അതിന് മുന്നിലൊക്കെ ഒന്ന് കരം കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായിരിക്കും. ഈ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വീട്ടുകാരെല്ലാവരും കൂടി നമ്മളിങ്ങനെ നോക്കാതെ വെച്ചിരിക്കുന്ന, മാറാമ്പല് കെട്ടിയിരിക്കുന്ന വിശുദ്ധ രൂപങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരണതെന്ന്, അസ്വസ്ഥതകൾ വരുന്നതെന്ന് അച്ഛൻ പറയണില്ല. പക്ഷേ ഇങ്ങനെ അതിനൊന്ന് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ, ഈ വിശുദ്ധ രൂപങ്ങളുടെ മുൻപിൽ ഭക്തിയോടുകൂടെ ഒരു നിമിഷമെങ്കിലും ഒന്ന് പ്രാർത്ഥനയോടുകൂടെ എല്ലാ ദിവസവും നിന്നിരുന്നെങ്കിൽ ഇതിലധികം അനുഗ്രഹങ്ങൾ, ഇരട്ടിക്കിരട്ടി അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും ലഭിക്കുമായിരുന്നു എന്നുള്ളത് സത്യമായിട്ട്. കർത്താവെ, നമ്മുടെ കുടുംബത്തിന് സ്ഥാനം ഉണ്ടോ എന്ന് ആലോചിച്ചു നോക്ക്. എന്ത് സ്ഥാനം കൊടുത്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. കർത്താവെ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ല. മരിച്ചവരെ കണക്ക് ആളുകൾ ജീവിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈശോ വന്ന് കയറാൻ വേണ്ടിയിട്ട് കുടുംബം ഒരുക്കി തുടങ്ങുക. കുടുംബത്തിൽ ഈശോയ്ക്ക് സ്ഥാനമുള്ള കണക്കിന് അവിടെയൊക്കെ ഒന്ന് ഭംഗിയാക്കുക. അത് പ്രാർത്ഥന കൊണ്ടും ഒരുക്കം കൊണ്ടും ഈശോയെ ഒന്ന് ക്ഷണിക്കുക.